നമസ്കാരം. ഗൗതം അദാനിക്ക് തമാശ കലർത്തിയ ഉപദേശം. മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദിയും. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ അനന്തപത്മനാഭനെയും ശ്രീശങ്കരാചാര്യരെയും ഉയർത്തി തുടങ്ങിയ പ്രസംഗത്തിൽ രാജ്യത്തിന് രാഷ്ട്രീയ സന്ദേശം നൽകുന്ന ഇടമായി കേരളം മാറിയെന്ന് പറയാതെ പറഞ്ഞു വെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതിന് പരോക്ഷമായി നന്ദി പറഞ്ഞു. ഗുജറാത്തിലെ ഇതിനേക്കാൾ വലിയ തുറമുഖം തിരുവനന്തപുരത്ത് പണിത സംഭവം പറഞ്ഞാണ് പ്രസംഗത്തെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ മോദിയുടെ രാഷ്ട്രീയം പറച്ചിൽ തർജ്ജമ ചെയ്തയാൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയില്ല. മോദി കാത്തുനിന്നിട്ടും അത് പരിഭാഷകൻ ചെയ്തില്ല. ഇന്ത്യ അലയൻസിനെ പരിഹസിച്ച മോദിയുടെ ഹിന്ദിയിലെ വാക്കുകൾ അങ്ങനെ മലയാളത്തിൽ വേദിയിൽ ഉയർന്നില്ല. അതും കൗതുകമായി. ഈ പരിഭാഷ നടത്താത്തതിൽ കേന്ദ്ര സർക്കാർ ഇനി നടപടിയെടുക്കുമോ എന്നതും കൗതുകമായി. ഏതായാലും താൻ പറഞ്ഞത് മലയാളത്തിൽ പറയാത്തതിന്റെ പരിഭവം മോദിയുടെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ അത് പ്രകടിപ്പിക്കാതെ പ്രസംഗം തുടർന്നു. അദാനി ഗുജറാത്തിൽ 30 കൊല്ലമായി പ്രവർത്തിക്കുന്നു. വിഴിഞ്ഞത്തെ തുറമുഖം ഞാൻ നടന്നു കണ്ടു. അത്രയും വലുതൊന്നും ഇതുവരെ അദാനി ഗുജറാത്തിൽ ഉണ്ടാക്കിയില്ല. അത്രയും മികച്ചതാണ് വിഴിഞ്ഞം. ഈ വിഷയത്തിൽ ഗുജറാത്തികളുടെ ചോദ്യത്തിന് അദാനിക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് ചിരിച്ചുകൊണ്ട് മോദി പറഞ്ഞു വെച്ചു. ഇതിനുശേഷമാണ് ഇന്ത്യ അലയൻസിലെ നെടുംതൂണാണ് മുഖ്യമന്ത്രി. മറ്റൊരു ദേശീയ നേതാവ് ശശി തരൂരും ഇവിടെയുണ്ട്. ഇത് രാജ്യത്തിന് നൽകുന്നത് മറ്റൊരു രാഷ്ട്രീയ സന്ദേശമാണ്. ഇത് പലരുടെയും കണ്ണു തുറപ്പിക്കേണ്ടെന്ന സന്ദേശമാണ് മോദി നൽകിയത്. വികസനത്തിൽ ഒരുമിക്കേണ്ടതിന്റെ സന്ദേശമാണ് മോദി നൽകിയത്. ഇതിനൊപ്പം കേരളത്തിലെ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ CPM സർക്കാർ തന്നെ വിളിച്ചതിന്റെ നന്ദിയും. തന്നെ രാഷ്ട്രീയമായി തൊട്ടുകൂടാത്തവനായി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മറുപടിയായാണ് വിഴിഞ്ഞത്തെ മോദി കാണുന്നതെന്ന് സാരം. ഈ സന്ദേശം നൽകിയ പ്രസംഗ ഭാഗമാണ് മലയാള പരിഭാഷകൻ ഒഴിവാക്കിയത്. ഇത് മോദിക്ക് മനസ്സിലാവുകയും ചെയ്തു. കുറച്ചു നേരം പരിഭാഷയ്ക്കായി കാത്ത പ്രധാനമന്ത്രി പിന്നീട് അത് കാര്യമാക്കാതെ തുടർന്നു. എങ്കിലും പ്രധാനമന്ത്രിയുടെ പരിഭാഷ ഒഴിവാക്കിയത് നടപടി അത്യപൂർവമാണ്. അതിനും വിഴിഞ്ഞം സാക്ഷിയായി. ഇന്നത്തെ പരിപാടി ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കളയുമെന്നായിരുന്നു മോദി പറഞ്ഞത്. ഇതാണ് തർജ്ജമയിൽ ഒഴിവാക്കിയത്. രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഒളിയമ്പ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് പ്രൗഢഗംഭീര തുറമുഖത്തിനാണ്. സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്ന് മോദി പറഞ്ഞു. മലയാളത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ച് തുടങ്ങിയത്. പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും പണം രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകില്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും വ്യക്തമാക്കി. രാജ്യത്തിന്റെ തുറമുഖ നഗരങ്ങൾ വികസിത ഭാരത് സങ്കല്പത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് വിഴിഞ്ഞം തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി. ഇന്നത്തെ പരിപാടി ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തു. ഞാൻ വിഴിഞ്ഞം തുറമുഖം കണ്ടു. ഇത്ര വലിയ തുറമുഖം ഗൗതം അദാനി കേരളത്തിൽ നിർമ്മിച്ചതിന് ഗുജറാത്തുകാർ അദ്ദേഹത്തോട് പിണങ്ങുമെന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി VN വാസവൻ, MPമാരായ ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, MLA M വിൻസെന്റ്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. രാവിലെ ഹെലികോപ്റ്റർ മാർഗം തുറമുഖത്തെത്തിയ പ്രധാനമന്ത്രി പദ്ധതി പ്രദേശം നടന്നു കണ്ട ശേഷമാണ് വേദിയിലേക്ക് എത്തിയത്. ഇവിടെ വെച്ച് വേദിയിലുണ്ടായിരുന്ന മന്ത്രിമാരെയും MPമാരെയും MLAമാരെയും കണ്ട അദ്ദേഹം സദസ്സിനെ അഭിവാദ്യം ചെയ്തു. ആർപ്പ് വിളിച്ചാണ് സദസ്സിലുണ്ടായിരുന്ന BJP പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. പിന്നീട് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ പൊന്നാട അണിയിച്ചു. പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച തുറമുഖ വകുപ്പ് മന്ത്രി ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടമാണ് വിഴിഞ്ഞം കമ്മീഷനിംഗ് എന്ന് പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്രം വായ്പയായി നൽകിയ VGF ഫണ്ട് മാത്രമാണ് കേന്ദ്ര വിഹിതമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി മോദിയെ വേദിയിലിരുത്തി കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംസാരിച്ചു. അധ്യക്ഷ പ്രസംഗത്തിൽ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ നേട്ടമെന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങനെ അതും നമ്മൾ നേടിയെന്ന് വ്യക്തമാക്കി. തന്റെ പ്രസംഗത്തിൽ എവിടെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശിച്ചുമില്ല.